ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിൻ്റെ വീടാണ്. ഗോപിനാഥിന് സൂപ്പ് കൊടുക്കുന്ന പാറുവിനെ കണ്ടിട്ട് രാധിക പറയുകയാണ്, സത്യം പറഞ്ഞ എനിക്കിപ്പോൾ നിന്നെ കാണുമ്പോഴേ അസൂയയാണ് തോന്നുന്നത്. സത്യം പറഞ്ഞ പാർവതി വീടിൻ്റെ വിളക്കാണ്, ഞങ്ങളുടെ മകളാണെന്നൊക്കെ രാധിക സന്തോഷത്തോടെ പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് ഗോപിനാഥൻ. അങ്ങനെ പാറു ഗോപിനാഥിന് സൂപ്പ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പ്രഭാവതിയും പ്രതാപനും കൂടി വരികയാണ്. അല്ല, രണ്ടാളും എവിടെയായിരുന്നു? ഇന്നിങ്ങോട്ടേക്ക് കണ്ടതേ ഇല്ലല്ലോ. ഇതിപ്പോ വഴി മാറി എങ്ങാനും കയറിയതാണോ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ, നീ ഞങ്ങളെ കൂടുതൽ കളിയാക്കുകയൊന്നും വേണ്ടെന്നും ഗോപിയേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനായി ഞങ്ങൾ ക്ഷേത്രങ്ങളെ മുഴുവൻ പോയിരിക്കുകയായിരുന്നെന്നും പ്രഭാവതി പറയുന്നു. ഏത് ക്ഷേത്രങ്ങളിലാ പോയത് എന്ന് രാധികയും ഗാർഗിയും കൂടി ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുകയാണ്, അത് പിന്നെ ഊട്ടിയിലെ ക്ഷേത്രം, മൂന്നാറിലെ ക്ഷേത്രം, കോവളം ബീച്ചിന്റെ അടുത്തുള്ളൊരു ക്ഷേത്രം. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, പറയാനായിട്ട് ഇനിയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ബാക്കിയാണല്ലോ, അതുകൊണ്ട് അതിവിടെ ചിലവാകില്ല കേട്ടോ. മാത്രവുമല്ല, നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ നെറ്റിയിൽ ചന്ദനത്തിന്റെ ഒരു ചെറിയ കുറി പോലും ഇല്ലല്ലോ. ഇത് കേൾക്കുന്ന പ്രതാപനും പ്രഭാവതിയും നെറ്റിയിൽ തൊട്ട് നോക്കുകയാണ്. അത് പിന്നെ ഞങ്ങള് മുഖം കഴുകിയതാ, യാത്രാക്ഷീണം കഴുകിയപ്പോൾ പോയതാണെന്ന് പ്രതാപൻ പറയുന്നു. പെട്ടെന്ന് പ്രഭാവതിയെ കാണുമ്പോൾ ഗോപിനാഥിന് പേടി തോന്നുകയും വിറയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്താ അച്ഛാ, എന്തു പറ്റിയെന്ന് പാറ ചോദിക്കുമ്പോൾ വിറച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗോപിനാഥ്. തുടർന്ന് അത് കണ്ടിട്ട് പ്രതാപൻ പറയുകയാണ്, ചേച്ചി ഒരു കാര്യം ചെയ്, നമ്മൾ കന്യാകുമാരിന്ന് കൊണ്ടുവന്ന ആ ബസ് അളിയന്റെ നെറ്റിയിലേക്ക് തൊട്ടുകൊടുക്ക്. ഇത് കേൾക്കുന്ന പ്രഭാവതി ഇല തുറക്കുമ്പോൾ പ്രഭാവതി ഇലയിൽ നിന്നും തന്നെ കത്തിയെടുത്ത് കുത്താൻ വരുന്നത് പോലെയാണ് ഗോപിനാഥിന് തോന്നുന്നത്. ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ വിറയ്ക്കുകയാണ് ഗോപിനാഥ്. ഗോപിനാഥിന്റെ അവസ്ഥ കണ്ട് വളരെ പേടിയോടെ നിൽക്കുകയാണ് പാർവതിയും രാധികയും ഗാർഗിയും. ചെറിയമ്മേ, ഞാൻ ഡോക്ടറിനെ വിളിക്കാമെന്ന് ഗാർഗി പറയുമ്പോൾ രാധിക പറയുകയാണ്, ഡോക്ടറെന്ന് വിളിച്ചിട്ട് കാര്യമില്ല മോളെ, ഇവരെ കണ്ടപ്പോൾ മുതലാ ഗോപിയേട്ടന് വിറയിലൊക്കെ തുടങ്ങിയത്. ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുകയാണ്, നിങ്ങൾ എന്ത് കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനമാ പറയുന്നത്? അളിയന്റെ ഈ കിടപ്പിന് കാരണം ഞങ്ങളാന്നല്ലേ നിങ്ങൾ പറയുന്നത്? വേണ്ട പ്രതാപ, നമ്മൾ ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. മഞ്ഞപ്പിത്തം പിടിച്ചവരുടെ കണ്ണ് മഞ്ഞിച്ച് തന്നെ ഇരിക്കൂ. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, ചെറിയമ്മ പറഞ്ഞത് ശരിയാണ്, നിങ്ങളെ കണ്ടപ്പോൾ മുതലാ അച്ഛന് അസുഖം കൂടിയത്. ദേ ഗാർഗി, ഗോപിയേട്ടൻ്റെ ഈ കിടപ്പ് കണ്ടാൽ സഹിക്കാത്തത് കൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തത്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. അത്രയും പറഞ്ഞ് അവിടെ നിന്ന് കരയുകയാണ് പ്രഭാവതി. തുടർന്ന് പ്രഭാവതിയോട് പ്രതാപൻ പറയുകയാണ്, ചേച്ചി, അളിയൻ നമുക്കിട്ട് പണി തരികയാണെന്ന് തോന്നുന്നു, ഇവിടെ നിന്ന് നൈസായിട്ട് മുങ്ങുന്നതാ നല്ലത്. അത്രയും പറഞ്ഞ് പ്രതാപൻ പ്രഭാവതിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പ്രഭാവതിയും പ്രതാപനും പോയതിനു ശേഷം ഗോപിനാഥ് നോർമൽ ആവുകയാണ്. അത് കണ്ട് പാർവതിക്കും മറ്റുള്ളവർക്കും സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവും അച്ചമ്മയും കൂടി പച്ചക്കറികളൊക്കെ അരിയുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് ഗാർഗി വരികയാണ്. നീ കത്തിയെടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞല്ലേ പോയത്, എന്നിട്ട് നീ എന്തും കൊണ്ടാ വന്നിരിക്കുന്നത് എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ്, അത് പിന്നെ വിശാൽ ബ്രോയുടെ ബർത്ത്ഡേ അല്ലേ വരുന്നത്, നമുക്കതിനുവേണ്ടി പ്ലാൻ ചെയ്യണ്ടേ, അതിനാ ഞാൻ ഈ ബുക്കും പെനയും കൊണ്ട് വന്നത്. തുടർന്ന് ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ അച്ചമ്മയും ഗാർഗിയും കൂടി പറയുമ്പോൾ പാറു ഒന്നും മിണ്ടാതെ തേനൂരമ്മ തനിക്ക് കാട്ടിത്തന്ന കാഴ്ചയെക്കുറിച്ച് ഓർക്കുകയാണ്. എന്താ മോളെ നീ ഒന്നും പറയാത്തത് എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നും നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുകയായിരുന്നെന്നും പാറു പറയുന്നു. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, അതെ പാർവതി, നിന്റെ ഭർത്താവിന്റെ ബർത്ത്ഡേയുടെ കാര്യമാ ഞങ്ങൾ സംസാരിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരുടെ ഒന്നുമല്ല. ഇത് കേൾക്കുന്ന പാറു ചോദിക്കുകയാണ്, അത് പിന്നെ അച്ചമ്മേ, ഇത്ര വലിയ ആഘോഷങ്ങളൊക്കെ നടത്തണോ? അല്ലെങ്കിൽ തന്നെ അച്ഛൻ വയ്യാതിരിക്കുകയല്ലേ? പാർവതി, നീ എന്താ ഈ പറയുന്നത്? വീട്ടിലുള്ള ഒരാള് വയ്യാതെ കിടക്കുകയാണെന്ന് കരുതി ആഘോഷങ്ങളൊക്കെ മാറ്റിവെക്കാനാണോ നീ പറയുന്നത് എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, വേണ്ട അച്ചമ്മേ, നമുക്ക് ആഘോഷങ്ങളൊന്നും വേണ്ട. അതേസമയം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രഭാവതിയും പ്രതാപനും പറയുകയാണ്, എന്ത് നടത്തേണ്ടതാ ഇവളീ പറയുന്നത് എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അത് പിന്നെ വിശാൽ സാറിന്റെ നാൾ ആഘോഷത്തെക്കുറിച്ച് പറയുകയായിരുന്നെന്ന് പാറു പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, അല്ലെങ്കിലും ഇവളെ കൊണ്ട് നെഗറ്റീവ് അടിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ, വീട്ടിലൊരു മംഗളകാര്യം നടക്കാനും ഇവള് സമ്മതിക്കില്ലെന്ന് പ്രഭാവതിയും പറയുന്നു. അപ്പോഴേക്കും അവള് ദിവ്യദൃഷ്ടിയെന്ന് പറഞ്ഞു വന്നോളും നശൂലം. ഇത് കേൾക്കുന്ന ഗാർഗി പാറുവിനെ വഴക്ക് പറഞ്ഞതിന് പ്രഭാവതിക്ക് കണക്കിന് കൊടുക്കുകയാണ്. തുടർന്ന് അവർ തമ്മിലൊരു വലിയ വഴക്കാകുമെന്ന് മനസ്സിലാക്കുന്ന പാറു പറയുകയാണ്, എനിക്ക് എതിരൊന്നുമില്ല, വിശാൽ സാറിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾ നടന്നോട്ടെ. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, ആര് തടയാൻ ശ്രമിച്ചാലും അല്ലെങ്കിലും അത് നടന്നിരിക്കും. അത്രയും പറഞ്ഞ് പ്രഭാവതിയും പ്രതാപനും മുകളിലേക്ക് പോകുമ്പോൾ വിഷമത്തോടെ ഇരിക്കുകയാണ് പാറു. തുടർന്ന് മുകളിലേക്ക് ചെന്നതിന് ശേഷം പ്രഭാവതി പറയുകയാണ്, അവളുടെ എല്ലാമായ വിശാലിന്റെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ കാരണം തന്നെയുണ്ട്. ചേച്ചി, അതവൾ പറഞ്ഞല്ലോ അളിയൻ വയ്യാതെ കിടക്കുന്നത് കൊണ്ടാണെന്ന്. അതൊന്നുമല്ല പ്രതാപ, വേറെ എന്തോ വലിയ പ്രശ്നം തന്നെയുണ്ട്. അവളെ സഹായിക്കാൻ ഇതിന്റെ പിന്നിൽ വേറെ ആരോയും കൂടിയുണ്ട്. ഒരുപക്ഷെ അവൾ പറയുന്നത് പോലെ ഗായത്രി ഇവിടെ ശരിക്കും അവളുടെ സഹായത്തിനുണ്ടെങ്കിലോ? ചേച്ചി, അങ്ങനെയൊന്നും നടക്കാനേ പോകുന്നില്ല.
ചേച്ചിയല്ലേ ഇവിടുത്തെ രാജാവ്, ബാക്കിയുള്ളവരെല്ലാം മാൻപേടകളല്ലേ എന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, പ്രതാപ, മാൻപേടകൾക്കും ഈശ്വരൻ കൊമ്പ് കൊടുത്തിട്ടുണ്ട്. ആ കൊമ്പ് കൊണ്ട് കുത്തു കിട്ടിയാലേ പുലിയും വയറ് ഗിരിച്ചാകും. എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ് പ്രതാപ. എന്താണെങ്കിലും അവരെന്റെ കൺമുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് ജീവനോടെ ഉണ്ടാകില്ല. പിന്നീട് കാണിക്കുന്നത് ശേഖറിനെയാണ്. പ്രഭാവതിയുടെയും വിനയുടെയും വിപിന്റെയും ഒരു പഴയ ചിത്രം കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണ് ശേഖർ. എന്റെ ജീവനും ജീവിതവും നശിപ്പിച്ചൊരു രാക്ഷസിയാണിത്. എന്റെ മക്കളെ എന്നിൽ നിന്നകറ്റി കള്ളക്കേസുണ്ടാക്കി എന്നെ ജയിലിലുമാക്കി. ഇതിനെല്ലാമെതിരെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്തിരിക്കുമെന്ന് ശേഖർ ആ ഫോട്ടോയിലേക്ക് നോക്കി പറയുകയാണ്. അതേസമയം മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് പാറു അങ്ങോട്ടേക്ക് വരുന്നു. പാറുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ശേഖറിന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ നിലത്തേക്ക് വീഴുകയാണ്. ആ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് പാറു ആ ഫോട്ടോ കാണുന്നു. അതേതോ പഴയ ഫോട്ടോയാണല്ലോ, അതാരുടെ ഫോട്ടോയാണെന്ന് പാറു ചോദിക്കുമ്പോൾ ശേഖർ പറയുകയാണ്, അതേതെങ്കിലും പഴയ ഫോട്ടോ ആയിരിക്കും മോളത്, കളഞ്ഞേക്ക്, അത് നമുക്കെന്തിനാ. തുടർന്ന് പാറു ഫോട്ടോ എടുക്കുന്നു. പ്രഭാവതിയുടെ ഫോട്ടോ കണ്ടിട്ട് പാറു പറയുകയാണ്, അച്ഛാ, ഇത് പ്രഭാവതി അമ്മയുടെ ഫോട്ടോയാണല്ലോ. ഈ ഫോട്ടോയിൽ പ്രഭാവതി അമ്മയെ കാണാൻ എന്തു ഭംഗിയാ. അല്ല മുത്തശ്ശ, എനിക്കൊരു സംശയം, ഈ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നത്? അത് ഫോട്ടോയാണോ മോളെ? എൻ്റെ കാലിൽ എന്തോ പറ്റി, ഞാൻ കരുതി പേപ്പറാണെന്ന്. പേപ്പറാണെങ്കിൽ പിന്നെ എന്തിനാ മുത്തശ്ശൻ അത് പിടിക്കാൻ നോക്കിയതെന്ന് പാറു ചോദിക്കുന്നു. ഞാൻ കരുതി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആയിരിക്കുമെന്ന്, അപ്പോൾ ഞാനത് എടുത്തു വെക്കാമെന്നും കരുതി. ഇത് കേൾക്കുന്ന പാറു ആ ഫോട്ടോയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.